ദീപക് മലയമ്മ, ഇപ്പോൾ നിർണായകമായ ഒരു ഡ്രഡ്ജിങ്ങിന്റെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ക്രാഷ് ഗാർഡ് കണ്ടെത്തിയത് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ മേഖല തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തെരച്ചിലിലേക്ക് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ദീപക്. വിനീത, അങ്ങനെ തന്നെയാണ്. ഈ നേവി പോയിന്റ് 1, 2 എന്നുള്ളത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് ഇന്ന് രാവിലെയാണ് കടന്നത്. ഓരോ ഘട്ടത്തിലും ആ ബക്കറ്റ് താഴ്ത്തിക്കൊണ്ട് മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായി തന്നെയുള്ള സൂചകങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ വാഹനത്തിൻ്റെ ലോഡ് കെട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ച കയറിൻ്റെ ഭാഗങ്ങൾ വളരെയധികം നീളത്തിൽ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ തന്നെ ചില ലോഹഭാഗങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഭാരത് ബെൻസിൻ്റേതെന്ന മനാഫ് തന്നെ സ്ഥിരീകരിച്ച, അവരുടെ വാഹനത്തിൻ്റേതാണ് എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിച്ച ആ ക്രാഷ് ഗാർഡിൻ്റെ ഭാഗം കണ്ടെടുക്കാൻ സാധിച്ചു. ഇത്രയും ദിവസം ഒരു ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം തന്നെ ഡ്രിങ്കിങ് വാട്ടർ കാരിയറിൻ്റെ ഭാഗമായിട്ടുള്ള ലോഹഭാഗവും മാത്രമായിരുന്നു ആ നിലയ്ക്ക് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നത്. എന്നാൽ ആ വാഹനത്തിൻ്റെ പാർട്ട് എന്നുള്ള നിലയിൽ ആ ക്രാഷ് ഗാർഡിൻ്റെ ഭാഗം കൂടി കണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറെ ആശാവഹമായത്. മറ്റൊന്ന്, അല്പം മുൻപ് ഉയർത്തിയ ഒരു ബക്കറ്റ് മണ്ണിൽ വസ്ത്രങ്ങൾ പുതഞ്ഞു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. തുണിത്തരങ്ങൾ അതിൽ നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ആരുടേതാണ് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഒരു വിശദീകരണവും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല. കാരണം ഈ ഗംഗാവലി നദിയുടെ കരയിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തുന്നത്. അതിൽ കൂടുതൽ തെളിമയോടുകൂടി നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അകലത്തിലല്ല നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ആരുടേതാണെന്ന് സ്ഥിരീകരിക്കേണ്ടത് അത് കരയിലേക്ക് എത്തിച്ച ശേഷം ഔദ്യോഗികമായ കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ സൂചകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. നേരത്തെ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ദിശാബോധവും ഇല്ലാതെ നടത്തിയ ഡ്രഡ്ജിങ്ങിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് നേവി സംഘം എത്തിയതിന് പിന്നാലെ അവർ നൽകിയ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഡ്രഡ്ജിങ് അത് ഏറെ ആഴത്തിലേക്ക് തന്നെ അത്തരത്തിലുള്ള ഡ്രഡ്ജിങ് നടക്കുമ്പോഴാണ് ഇത്തരം വസ്തുവകകളെല്ലാം തന്നെ കണ്ടെടുക്കുന്നത് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമുണ്ട്. അല്പം മുൻപ് നടത്തിയ തിരച്ചിലിൽ ഒരു ലോഹഭാഗം കൂടി കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ആ ബോഡി പാർട്ടിൽ ഏതാണ്ട് ചുവപ്പ് ഒപ്പം തന്നെ പച്ച, വെള്ള നിറങ്ങൾ കലർന്ന പെയിൻറ്റിങ്ങുകൾ കാണാമായിരുന്നു. ആ കാര്യത്തിൽ പക്ഷേ അത് തൻ്റെ വാഹനത്തിൻ്റേതല്ല എന്നുള്ളത് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാഹനങ്ങളുടെ ഭാഗങ്ങൾ പല മേഖലകളിലേക്കായി മാറിപ്പോയിട്ടുണ്ട്. ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നലെ നേരത്തെ ഒന്നും ഡിറ്റക്ട് ചെയ്യാത്ത മേഖലയിൽ നിന്ന് പോലും ഇരുചക്ര വാഹനങ്ങളും ഒപ്പം തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ ക്യാബിൻ പാർട്ടും എല്ലാം കണ്ടെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ക്ലച്ച് പാർട്ട് ഉൾപ്പെടെ കണ്ടെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ടാറ്റ ക്യുമിൻസ് വെഹിക്കിളിൻ്റെ എൻജിൻ പാർട്ട് കണ്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴും എവിടെയാണ് അർജുൻ്റെ വാഹനം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യം അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുകയായിരുന്നു. അതിൻ്റെ കേവലം ഒരു ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം തന്നെ ആ ഡ്രിങ്കിങ് വാട്ടർ കാരിയറിൻ്റെ ആ പാർട്ടും മാത്രം കണ്ടെത്തി ഇങ്ങനെ നിൽക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മരത്തടികൾ പലയിടങ്ങളിൽ നിന്ന് ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോഴും ഈ വാഹനം സംബന്ധിച്ച് അതിൻ്റെ ഇരുമ്പ് ഭാഗങ്ങൾ സംബന്ധിച്ച് അതിലുള്ള ഏതെങ്കിലും തരത്തിൽ ഉള്ള പാർട്ടുകൾ സംബന്ധിച്ച് ഒരു വ്യക്തതയും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ ലോറി ഉടമ മനാഫ് ഉൾപ്പെടെ പറഞ്ഞത് അതിൻ്റെ ക്യാബിന് വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരുന്നത്. പക്ഷേ ആ നിലയ്ക്ക് നമുക്ക് പ്രതീക്ഷ ഇപ്പോഴും പങ്കുവയ്ക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുക്കുന്നതോടുകൂടി ആ കുടുംബത്തിന് അല്പമെങ്കിലും ആശ്വാസമാകുന്ന തരത്തിലേക്ക് ചില സൂചകങ്ങൾ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ആ ഡ്രഡ്ജിങ് മെഷീനിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും പരിശോധനകൾ നടക്കുകയാണ്. വളരെ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് അതിൽ നിന്ന് ഒരു ലോഹഭാഗം കൂടി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഹൈ ടെൻഷൻ ലൈനിൻ്റെ പാർട്ടാണോ എന്നുള്ളത് സംബന്ധിച്ച വ്യക്തതയില്ല. വാഹനത്തിൻ്റേത് തന്നെയാണ് അല്ലേ, വാഹനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാമറയിൽ ഉള്ള ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വാഹനത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇരുമ്പ് കഷ്ണം എന്നുള്ള നിലയിൽ തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ആ പാർട്ട് എടുത്ത് വീണ്ടും അതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഡ്രഡ്ജിങ് മെഷീൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിവെക്കുന്നു. ഇപ്പോഴും ആ മണ്ണ് പൂർണ്ണമായും ആ ബക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അതിൽ മറ്റെന്തൊക്കെയോ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ പരിശോധനകൾ ആ നിലയ്ക്ക് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഒരു പാർട്ട് കൂടി അവിടെ നിന്നും എടുക്കുന്നു. അത് ആ മെഷീനിലേക്ക് അതിൻ്റെ
പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിടുകയാണ്. നമുക്ക് വ്യക്തതയില്ല എന്താണ് അത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്യാവുന്ന പാർട്ടുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറെ സമയമായി ഇപ്പോൾ ആ ഒരു ബക്കറ്റ് അവിടെ തന്നെ വെച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി അതിൽ നിന്ന് കണ്ടെത്താവുന്ന പാർട്ടുകളെല്ലാം തന്നെ പ്രത്യേകം വേർതിരിച്ച് ആ വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് തുണിയുടെ പാർട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെല്ലാം കൃത്യമായി ഫോണിൽ ചിത്രീകരിക്കുന്നുമുണ്ട്. അതിലുള്ള ജീവനക്കാർ കൃത്യമായ ഫോട്ടോസ് എല്ലാം ശേഖരിച്ച് വെച്ചതിന് ശേഷമാണ് അതിലെ മണ്ണ് പോലും ഒഴുക്കിക്കളയുന്ന നടപടിയുള്ളത്. അതായത് പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ഈ പോയിന്റ് 1, 2 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നേരത്തെ തന്നെ വേണമെന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യമായി അർജുൻ്റെ കുടുംബവും ലോറി ഉടമ മനാഫും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. മൽപ്പയുടെ സേവനം ഇവിടെ ലഭ്യമാക്കണമെന്നുവരെ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ തരത്തിലൊരു നീക്കം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിയപ്പോൾ പോലും പല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് എന്നുള്ള നിലയിലേക്ക്, പല ഇടങ്ങൾ ചുറ്റിപ്പറ്റി എന്നുള്ള നിലയിലേക്ക് മാത്രം കുഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. അവിടെയുള്ള മണ്ണ് നീക്കം നമ്മൾ കണ്ടു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഡ്രഡ്ജിംഗ് മെഷീൻ്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് ഗുണകരമായ അല്ലെങ്കിൽ പ്രതീക്ഷാ നിർഭരമായ ഒരു സാഹചര്യവും രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ആ പ്രവൃത്തി രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ മുൻപ് മൽപ്പെ ഡൈവിംഗ് നടത്തി കണ്ടെത്തിയിരുന്ന ആ ഒരു ഹൈടെൻഷൻ ലൈനിൻ്റെ ടവർ ആദ്യഘട്ടത്തിൽ മാറ്റുന്നു. അവിടെയുള്ള മരത്തടികൾ മാറ്റുന്നു. പിന്നാലെയാണ് നേവി സംഘം ഇവിടേക്ക് എത്തിച്ചേരുന്നത്.